ഇന്ന് ലോക തൈറോയിഡ് ദിനം. തൈറോയ്ഡ് രോഗികൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് മെയ് 25 ലോക തൈറോയിഡ് ദിനം. ശരീരത്തിൻ്റെ വളർച്ചയിലും ഉപാപചയ പ്രവർത്തനങ്ങളിലും വലിയ പങ്കുവഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറ് മൂലം രക്തത്തിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറയുകയോ കൂടുകയോ ചെയ്യാം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യമായതിലും അധികം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. കഴുത്തിൽ നീർക്കെട്ട്, മുഴ പോലെ കാണപ്പെടുക, ശബ്ദം അടയുക, പേശികളിലുണ്ടാകുന്ന വേദന, ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക, ഉത്കണ്ഠ, വിഷാദം, തലമുടി കൊഴിച്ചിൽ തുടങ്ങിയവയൊക്കെ തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ്. തൈറോയ്ഡ് രോഗികൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങളെ ചെറുക്കാൻ സഹായിക്കും. വിറ്റമിനുകളും ധാതുക്കളും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ശരീരത്തിലെ തൈറോയ്ഡ് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്ന സിങ്ക്, സെലനിയം തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ശരീരത്തിൽ വേണ്ടത്ര അയഡിൻ ഉറപ്പുവരുത്തുക. അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വിറ്റമിൻ ഡിയുടെ കുറവ് തൈറോയ്ഡ് പ്രശ്നത്തിന് വഴിയൊഴുക്കുന്ന ഒന്നാണ്. അതിനാൽ ശരീരത്തിന് ആവശ്യത്തിന് വിറ്റമിൻ ഡി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. പുകവലി മൂലം തൈറോയ്ഡ് ചികിത്സകൾ ഫലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒപ്പം വ്യായാമം ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക.